ഇന്ന് സമൂഹത്തില് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. അടുത്തിടെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായി. ഭർതൃഗൃഹത്തില് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പലപ്പോഴും ഈ ഒരു ഒറ്റ വേർഡിലേക്കാണ് കൈ ചൂണ്ടപ്പെടുന്നത്, വിരൽ ചൂണ്ടപ്പെടുന്നത്. അപ്പൊ എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ? ഇതെന്ന് പറയുന്നത് ഒരു പേരില് ഉള്ളതുപോലെ തന്നെ ഒരു വ്യക്തിത്വ വൈകല്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, അവനവനോടുള്ള ആരാധന, അതുപോലെ തന്നെ അവനവനോടുള്ള ഒരു സ്നേഹം, ആത്മവിശ്വാസം, അവനവനിലുള്ള ഒരു വിശ്വാസം എല്ലാം വളരെ ഉയർന്ന തരത്തിലായിരിക്കും, ഉയർന്ന തോതിലായിരിക്കും. സാധാരണ എല്ലാവർക്കും വേണ്ടതാണ് ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ, അല്ലെങ്കിൽ സെൽഫിഷ്നെസ്, സ്വാർത്ഥത ഒക്കെ എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷേ ഈ ഒരു നാർസിസ്റ്റില് ഇതൊരു ഏറ്റവും ഉയർന്ന ഡിഗ്രിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ മൂല്യങ്ങളെ ഇവര് വില കുറച്ച് കാണുന്നവരും കൂടിയായിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കാൻ ആയിട്ടില്ല. എന്നാലും ജനറ്റിക്സ് ഒരു കാരണമാകാറുണ്ട്. പൂർവികരിൽ ഇത്തരത്തിലൊരു പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജീൻ ട്രാൻസ്ഫർ ആയി അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ അമിതമായിട്ട് ലാളിച്ച് വളർത്തുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിമർശനങ്ങള്, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളൊന്നും താങ്ങാൻ പറ്റുന്നില്ലാത്ത ഒരു രീതി വരും. അല്ലെങ്കിൽ താനാണ് ഏറ്റവും ലാളിക്കപ്പെടേണ്ടവൻ, അല്ലെങ്കിൽ എല്ലായിടത്തും ഉയർന്നു നിൽക്കേണ്ടവൻ താനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്ക് കൊച്ചിലെ തൊട്ടുണ്ടാകാനും പിന്നീട് വളർന്നു വരുമ്പോൾ അവർ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ജീവിതത്തിൽ മുഴുവൻ എല്ലാവരുടെയും അടുത്തുനിന്ന് അവഗണനകള്, തെറ്റ് ധാരണകള്, ഒഴിവാക്കപ്പെടലുകള് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള കുഞ്ഞുകുട്ടികള്, പ്രത്യേകിച്ച് അവരെ ഏറ്റവും സ്നേഹിക്കേണ്ട അച്ഛനമ്മമാരിൽ നിന്ന്, അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, അധ്യാപകരിൽ നിന്നൊക്കെ എപ്പോഴും അവഗണനകളും കുറ്റപ്പെടുത്തലുകളും മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന, എന്തെല്ലാം കാണിച്ചിട്ടും ഇതെല്ലാം നേരിടേണ്ടി വരുന്ന കുട്ടികളും വളർന്നു വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ബ്രെയിനിൽ വരുന്ന, ബ്രെയിൻ ഡെവലപ്മെന്റിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ ബ്രെയിനിൽ ഗ്രേ മാറ്റർ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരു കാരണമായിട്ട് വരാറുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളിൽ കാണുന്ന സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവനവനെ പറ്റിയുള്ള ഒരു വില ഭയങ്കര കൂടുതലായിരിക്കും. അവരുടെ ഒരു പ്രവൃത്തിയിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും എല്ലാം ഞാൻ, എനിക്ക്, എന്റേത് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു വില മനസ്സിലാക്കാനോ ഒന്നും ഉള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരെയൊക്കെ എപ്പോഴും പുച്ഛ ഭാവത്തിലായിരിക്കും ഇവർ കാണുന്നത്. അത് മാത്രമല്ല, അവർക്കൊരു അനുമോദനം കൊടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഇവർക്ക് ഒന്നാമതായിട്ട് നിൽക്കണം എന്നുള്ളൊരു വാശിയായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇവര് എല്ലാ തരത്തിലുമുള്ള അവർക്ക് ഉള്ള കഴിവുകളും ഉപയോഗിക്കും. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ കൂടുന്നിടത്ത് അവരുടെ കഴിവുകളെ പറ്റിയും അവരുടെ സ്ഥാനമാനങ്ങളെ പറ്റിയും എല്ലാം വളരെ പൊങ്ങച്ചത്തോടുകൂടി പറയാനും, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ഒരു പ്രശംസ, മറ്റുള്ളവരുടെ ഒരു പൊക്കി പറയലൊക്കെ ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ കാണാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് അനുമോദിക്കാനോ ഇതൊന്നും ഇവർക്ക് സാധിക്കുകയില്ല. ഇവരെല്ലാവരും ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരെപ്പോഴും ശ്രമിക്കാറ്. അപ്പോ ഇത് ഒരു തരത്തിൽ മാനിപ്പുലേഷൻ ആണ്. അപ്പോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, വെറുതെ ഒരു ഭാര്യ എന്നുള്ള സിനിമയിൽ ജയറാമിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ കാണിക്കുന്നത് കാണാറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി കെട്ടി പറയുന്നു, ഇയാളാണ് വലുത്, എല്ലാവരെയും കഴിഞ്ഞ് സുപ്പീരിയർ താനാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പിടിപാടുകളെ പറ്റിയും അല്ലെങ്കിൽ അയാളുടെ അറിവുകളെ പറ്റിയും ഒക്കെ എല്ലാവരോടും വിളിച്ചു പറയാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ഈ ജയറാമിൻ്റെത്. അതുപോലെ തന്നെ നാലാൾ കൂടുന്നിടത്ത് എല്ലാവരെയും ഇൻസൾട്ട് ചെയ്ത് അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തന്റെ ഭാര്യനെയും ഭാര്യ വീട്ടുകാരെയൊക്കെ വില കുറച്ച് സംസാരിക്കാനും അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച് അതിൽ സന്തോഷം കണ്ടെത്താനും ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സന്റെ ക്യാരക്ടർ. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് അവരുടെ വികാരങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇയാളാണ് വലിയവൻ എന്നുള്ളത് കാണിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും
പ്രധാന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ളവരോട് യാതൊരു തരത്തിലുള്ള കരുണയും ഉണ്ടായിരിക്കുകയില്ല, യാതൊരു മനുഷ്യത്വവും ഇവർ കാണിക്കാറില്ല. ഇവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു സുഖവും ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് സെൽഫിഷ്നെസ്സിനും ഒക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏത് തരത്തിൽ വേണമെങ്കിലും ഇവർ യൂസ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇതിനകത്ത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള നാണക്കേട് കാണുകയില്ല, ഒരു കുറ്റബോധവും ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെയാണ് ഈ ഒരു നാർസിസ്റ്റിക് ട്രേറ്റിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഭയങ്കര അഹങ്കാരമായിട്ട് അഹംഭാവകരില് കണ്ടമാനം ഒരുപാട് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ തന്നിൽ തന്നെയുള്ള ഒരു വിശ്വാസം ഇവർക്ക് കൂടുതലാണ്. ഇവരുടെ മനസ്സിൽ ഇവരാണ് ഏറ്റവും വലുത്, തനിക്ക് യാതൊരു കുറവുകളും ഇല്ലാത്ത വളരെ പെർഫെക്റ്റ് ഒരു മാനാണ് താൻ എന്നുള്ളതാണ് അവരുടെ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു മനോഭാവം. അതുകൊണ്ട് തന്നെ ആര് പറയുന്നതും അംഗീകരിച്ചു കൊടുക്കാനോ ഒന്നിനും ഇവര് തയ്യാറാവുകയില്ല. പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു എന്താണ് മരീറ്റൽ ലൈഫിലേക്കൊക്കെ ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇവരുടെ പാർട്ട്ണറിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹ താല്പര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. വളരെ വില കൂടിയ പ്രസന്റ് മേടിച്ചു കൊടുക്കുക, സർപ്രൈസുകൾ കൊടുക്കുക, വളരെ സ്നേഹത്തോടു കൂടി വളരെ കരുണയോടുകൂടി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പെറ്റ് നെയിം വിളിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുക, എപ്പോഴും അവരെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവരെ സ്നേഹം കൊണ്ട് ഒരു വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും തുടക്കത്തിലൊക്കെ കാണുന്നത്. ഇത് ലവ് ബോംബിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ശരിക്കും ഇവരുടെ ഒരു കൺട്രോള് ഈ ഒരു പാർട്ട്ണറിലേക്ക് ഇവരുടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പാർട്ട്ണറിന് സ്വാഭാവികമായിട്ടും തോന്നും താന് ഈ ഒരു റിലേഷൻഷിപ്പിൽ അമിതമായിട്ട് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു പാർട്ട്ണറിൽ ഉളവെടുക്കാനായിട്ട് ഇത് സാഹചര്യമാകാറുണ്ട്. പക്ഷെ പിന്നീട് കുറച്ചു നാൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഇവരുടെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങും. അതായത് പല രീതിയിൽ ഇവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഇവരെ യൂസ് ചെയ്ത് തുടങ്ങും. ഇവരുടെ മാനസികാവസ്ഥേനെയൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ ഫിസിക്കലി ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും. അപ്പോ എന്തെങ്കിലും പാർട്ട്ണർ തിരിച്ചു ചോദിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് വലിയ രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോ അതൊക്കെ നിന്റെ തോന്നലാണ്, എന്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്തു പോയതാണ്, എനിക്ക് നീ മാത്രമല്ലേ ഇത് ചെയ്യാൻ ഉള്ളൂ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നീ അല്ലേ, നിനക്ക് മാത്രമല്ലേ എന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അപ്പോ എന്റെ ഒരു ടെൻഷന് അല്ലെങ്കിൽ എന്റെ ഒരു സ്ട്രെസ് കാരണം ഞാൻ അറിയാതെ പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്, ആ ഒരു ദേഷ്യം വരുമ്പോൾ നിന്നോട് ഈ ഒരു രീതിയിൽ പെരുമാറുന്നതാണ്, നീ അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞേക്ക്, എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതല്ലേ, അത്രയൊക്കെ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യും. ഇത് ശരിക്കും ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ചില സമയത്ത് ഇവർ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നീ എൻ്റെ ഒരു പാർട്ണർ ആയതുകൊണ്ടാണ് ഈ സമൂഹം നിന്നെ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നത്, നിനക്ക് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് റെസ്പെക്റ്റും ഒരു അംഗീകാരവും ഒക്കെ കിട്ടുന്നത് എൻ്റെ പാർട്ണർ ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെ ആക്കി എടുക്കാനൊക്കെ ഈ ഒരു നാർസിസ്റ്റ് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതും ഒരു മാനിപ്പുലേഷന്റെ ഭാഗമാണ്. പിന്നെ ഈ ഒരു പാർട്ണർ ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ച കാണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് അവരോട് ആത്മാർത്ഥത ഇല്ലാതെ ഒരു സോറി പറയാൻ ഒക്കെ ഇവര് ശ്രമിക്കാറുണ്ട്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയും ഉണ്ടാവുകയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും തന്റെ പരിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഇത് നീ അപ്പോ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നെ നിന്റെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നുള്ളതൊക്കെ ഇവരെ ഇങ്ങനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ സോറി എന്നുള്ള ഒരു കപട സോറിയൊക്കെ പറഞ്ഞ് ഇവരെ വീണ്ടും അവരുടെ ആ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഹൂവറിങ് എന്നാണ് ഈ ഒരു മാനിപ്പുലേഷന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും തന്റെ തോന്നലായിരിക്കും എന്ന് പാർട്ണർ പതുക്കെ വിശ്വസിക്കാനായിട്ട് തുടങ്ങും. തനിക്കായിരിക്കും ഇവിടെ പ്രശ്നം, തന്റെ പാർട്ണർക്ക് തന്നോട് അമിതമായിട്ടുള്ള സ്നേഹമുണ്ട്, തന്റെ ഓവർ തിങ്കിങ് കൊണ്ട് വന്നു പോകുന്നതാണ്, തന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് തന്റെ പാർട്ണർക്ക് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത് എന്ന് ഈ ഒരു വിക്റ്റിമായിട്ടുള്ള പാർട്ണർക്ക് തോന്നിത്തുടങ്ങും. അപ്പോ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ താൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി പിടിച്ചു നിൽക്കാനൊക്കെ ഈ ഒരു പാർട്ണർ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിനെ ഒരു ട്രോമ ബോണ്ടിങ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വിക്ടിമിന് സംഭവിക്കുന്നത്, എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റുകളാണ് വരുന്നതെന്ന് നോക്കാം. മെയിൻ ആയിട്ടും ഈ ഒരു മാനിപ്പുലേഷനും ഹൂവറിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഒക്കെ ഫലമായിട്ട് ഈ പാർട്ണർ പലപ്പോഴും മാനസികമായിട്ട് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ തന്നെയുള്ള ആ ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഈ റിലേഷൻഷിപ്പിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നത്, താൻ ശരിക്കും സ്നേഹിക്കപ്പെടുകയാണോ അതോ പറ്റിക്കപ്പെടുകയാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഇവരുടെ മൈൻഡിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് പലപ്പോഴും പേടിയായിട്ടും ആൻസൈറ്റി ആയിട്ടും ഒക്കെ മാറാനായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് നിലച്ചു പോകുമോ എന്നുള്ളൊരു പേടിയും ആൻസൈറ്റിയും ഒക്കെ ഇവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചില കെമിക്കലുകൾ, ചില സ്ട്രെസ് ഹോർമോണുകൾ ഒക്കെ ഇവരുടെ ശരീരത്തിൽ, കോർട്ടിസോൾ, സെറോട്ടോണിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഇവരുടെ ശരീരത്തിൽ കൂടിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഫലമായിട്ട് ഇവരുടെ ഇമോഷൻസിന്, ഇവരുടെ ഫിസിക്കൽ വെൽബീങ്ങിനൊക്കെ ഒത്തിരി തകരാറുകൾ സംഭവിക്കും. ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് PCOD പോലെയുള്ള കംപ്ലൈൻസ് വരാം, ആർത്തവത്തിൽ ക്രമക്കേടുകൾ വരാം, തൈറോയിഡ് കംപ്ലൈൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള ഒരു ക്ഷീണം, എത്ര ഉറങ്ങിയിട്ടുണ്ടെങ്കിലും തീരാത്തത് പോലെയുള്ള ഒരു ക്ഷീണം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ശരീരത്തിന് അമിതമായിട്ടുള്ള ടയേർഡ്നെസ് വരുന്നു, വേദന വരുന്നു. അതോടൊപ്പം രാത്രിയിലൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റാതെ വരുന്നില്ലാത്തതൊക്കെ ഈ ഒരു സ്ട്രെസ് ഹോർമോണിന്റെ ഫലമായിട്ട് അവർക്ക് വരുന്ന മാറ്റങ്ങളാണ്. അത് മാത്രമല്ല, പിന്നീട് ഇതിങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അധികരിച്ച് ഇവരെ ഡിപ്രഷനിലേക്കും ലാസ്റ്റ് സൂയിസൈഡ് പോലെയുള്ള അപകടത്തിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ട്രോമ ബോണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നാർസിസ്റ്റിക് ലൂപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിന് വേറെ പരമവും പ്രധാനവും അല്ലെങ്കിൽ ഏറ്റവും പ്രഥമവും പ്രധാനമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഒരു വിക്ടിം മനസ്സിലാക്കുക, താനിവിടെ ശരിയായ രീതിയിലല്ല സ്നേഹിക്കപ്പെടുന്നത്. സ്നേഹിക്കപ്പെടുകയാണെന്നുള്ളത് തനിക്കൊരു സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള പേരിൽ തന്നെ തന്റെ പാർട്ണറെ കബളിപ്പിക്കുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പാർട്ണറിന് കിട്ടിയെങ്കിൽ മാത്രമേ, ഈ വിക്ടിമിന് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് പുറത്തു ചാടാനായിട്ട് കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഇവർക്ക് ഇതിന് കഴിയില്ല. കാരണം ഈ ഒരു നാർസിസ്റ്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു മാനിപ്പുലേഷൻ വഴി ഇവർക്ക് യാതൊരു രീതിയിലുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു തന്നിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കത്തില്ല, അതുപോലെ തന്നെ തന്നിലൊരു മതിപ്പും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം 0 ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് യാതൊരു വഴിയില്ല, സമൂഹം തന്നെ അംഗീകരിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു മിഥ്യാബോധം ഈ ഒരു വിക്ടിമിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആത്മവിശ്വാസം തിരിച്ചെടുക്കാനും ഈ ഒരു ലൂപ്പിൽ നിന്ന് ആത്മവിശ്വാസത്തോടു കൂടി പുറത്ത് കടക്കാനും സാധിക്കാറുള്ളൂ പലപ്പോഴും. അപ്പോൾ ഇതിന് ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഇന്റർഫറൻസ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ ശരിയായിട്ടുള്ള ഇടപെടൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അവരുടെ പേരൻസ് വരുന്നുണ്ട്, സഹോദരങ്ങള്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ ഇവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത നിൽക്കുന്ന ആളുകൾ, ഇവരെ യാതൊരു രീതിയിലും ജഡ്ജ് ചെയ്യാതെ ഇവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ, അവര് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ഒരാളെ നമുക്കൊരു പഴയ ഒരു നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നാർസിസ്റ്റ് ഒരിക്കലും തനിക്കൊരു രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ സമ്മതിക്കാത്തിടത്തോളം കാലം അവര് ഒരു തെറാപ്പിക്ക് റെഡിയായി വരികയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് തയ്യാറായി വരികയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു നോർമലിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല ഈ നാർസിസ്റ്റിനെ എന്നുള്ളത് ഈ ഒരു വിക്ടിം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവര് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അതിന് യോഗ, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ ജേർണലിംഗ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ശരിയായിട്ടുള്ള ഒരു ഇടപെടലും ഇതിന് ഒരുപാട് സഹായം പലപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ ഇതിലെന്താണ് ഹോമിയോപ്പതിയിൽ ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ വരുന്ന ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഒരു ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു നല്ല ശ്രോതാവാണ്, ഒരു നല്ല മെന്ററാണ്. അപ്പോൾ ഈ ഒരു സങ്കടങ്ങളുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ ഏറ്റവും നല്ല രീതിയിൽ കേൾക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ വിലയിരുത്താനും ഒക്കെ ഉള്ള ഒരു കഴിവ് നല്ലൊരു ഹോമിയോപ്പതിന് എന്തായാലും ഉണ്ടാവും. മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള ഫിസിക്കൽ ട്രോമാസും അതുപോലെ തന്നെ മെന്റൽ ട്രോമാസും ഇമോഷണൽ ട്രോമാസും പ്രശ്നങ്ങൾ, ഡിപ്രഷനും ആൻസൈറ്റി എല്ലാം മാറ്റാൻ തക്കതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോമിയോപ്പതിക് മെഡിസിനുകളും അവൈലബിൾ ആണ്. പിന്നെ എന്റെ ഈ വീഡിയോ ഒരു അവയർനെസ്സിന് മാത്രമാണ്, ഒരിക്കലും ഒരു ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കരുത്. എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ ഒരു
അറിയിപ്പോടുകൂടി അല്ലെങ്കിൽ പ്രൊഫഷണലിന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഒരു ഡയഗ്നോസിസിലേക്ക് പോകാൻ പാടുള്ളൂ.